എന്നാ പിന്നെ രണ്ടു കൂട്ടർക്ക് ഓക്കെ ശരിക്ക് നമുക്ക് ഈ കല്യാണം നടത്താം. അതന്നെ കണ്ടിട്ട് അവര് തമ്മിൽ സെറ്റായി തോന്നണം. നമുക്കിത് പെട്ടെന്ന് ഉറപ്പിക്കാം. എന്തൊരു പൊരുത്തം. എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട്? നിങ്ങൾ എത്ര വരെ പഠിച്ചിരിക്കണേ? ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പത്തെ കാലത്ത് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ചെക്കനെ ഞാൻ ഇപ്പൊ എങ്ങനെ കല്യാണം കഴിക്കാം? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട? വേറെ ഇപ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടാ? ഇവളെന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? കാറില്ല. കാർ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് EMI ആയിട്ട് വാങ്ങാലോ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എന്താ ജോലി? ജോലി ഞാൻ ദുബായിലാണ്. ഇപ്പത്തെ കാലത്തൊരു ദുബായിക്കാരെന്നൊക്കെ പറയുമ്പോ അതൊരു കുറച്ചിലല്ലേ? എന്ത് കുറച്ചില്? ഇജ്ജ് കുറെ നേരമല്ല. ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ. എടി ഇജ്ജ് എന്ത് വരെ പഠിച്ച്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ അല്ലേ, അല്ലാതെ പാസ്സായിട്ടൊന്നുമല്ലോ. അന്റെ ഈ വീടേ അത് വാടകയ്ക്കല്ലേ? അതൊക്കെ പോട്ടെ, അന്നെ കല്യാണം കഴിച്ച് നിനക്ക് എന്ത് കിട്ടും പറയും? എടാ എന്താണ് പ്രശ്നം? എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിക്കണ്. പക്ഷെ പെണ്ണിനെ ലോകത്തില്ലാത്ത ഡിമാൻഡ്. കല്യാണം കഴിക്കാൻ വന്ന ചെക്കന്റെ കുടുംബ അഡ്രസ് മുതൽ ഷെഡിന്റെ കളർ വരെ നിങ്ങളെ പെൺകുട്ടിയെ കാരണം. ഞങ്ങളെ ചെക്കന്മാർക്ക് ഇനി കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഞാൻ എന്നെ കല്യാണം കഴിക്കണമെങ്കിലേ നീ ഡിഗ്രി 3rd ഇയർ പാസ്സായിട്ട് വാ, അപ്പൊ നോക്കാം. എടാ എന്തെപ്പ ഉണ്ടായി? കയ്യിന്ന് പോയിന്നാ തോന്നുന്നേ. അല്ല പിന്നെ പെണ്ണുകുട്ടികൾക്കൊക്കെ എന്തൊരു ചാടാ. സ്വന്തമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവും ഇല്ല, പറമ്പും ഇല്ല, നടക്കാതെ ഇടവഴി പോലില്ല. എന്നിട്ട് അവരൊക്കെ ചോദ്യം.